ഞാൻ ആ പടം വീണ്ടും കണ്ടു. ഒരു പത്രവാർത്ത വരുന്നു, അതിനെ തുടർന്ന് അതിനകത്ത് അപകടത്തിൽപ്പെട്ടവര് ഒരു റൈറ്റൊക്കെ നടന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അത് നടന്നവരെ രക്ഷിക്കുന്നത് അവിടുത്തെ ഒരു വലിയ ഹിന്ദു മഹാറാണിയാണ്. അവർക്ക് ഉറങ്ങാൻ സ്ഥലം കൊടുക്കുന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അപ്പൊ അവരുടെ മകൻ അത് ഇഷ്ടപ്പെടാതെ ആ ഹിന്ദു ആയ ആ മഹാറാണിയുടെ മകൻ തന്നെ അമ്മയെ കൊല്ലുന്നത്. ഇത് കണ്ടോണ്ടൊരു കുട്ടി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ആ കുട്ടിയുടെ പ്രായത്തിനകത്ത് ജാതിയും മതം ഒന്നും അറിയാൻ വയ്യ. അപ്പൊ ഇത് പിന്നീട് വ്യാഖ്യാനിച്ച് എന്ത് ശരി, ഇത് സിനിമ, ഇത്രയാണ് സിനിമയിലുള്ളത്. അല്ലാതെ അവിടെ എവിടാന്നോ, അവിടെ അന്ന് ആരായിരുന്നു മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇതൊന്നും നമ്മളാരും നോക്കിയിട്ടുമില്ല. മിണ്ടാതെ 4 ദിവസം കളിച്ചിട്ട് ഈ പറഞ്ഞ മഹാൻ തന്നെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു കേട്ടോ, ഞാൻ എവിടെ പറഞ്ഞത് രാജുവിനെ കുറ്റം, ശേഷിക്ക് തെറ്റുപറ്റി. രാജുവിനെ കുറ്റം പറഞ്ഞില്ല, രാജു മറ്റുള്ളവരറിയാതെ ചെയ്ത സംഭവമാണെന്നുള്ളൊരു പട്ടിലങ്ങേര് പറഞ്ഞു. മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ എല്ലാ ജാതിയിലുള്ളവരും കാണും. അപ്പൊ അവര് ചിലപ്പം അയ്യോ കണ്ടോ മോഹൻലാലിനെ കുറ്റം പറയുന്നതും പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞിരിക്കും. എന്നല്ലാതെ ജാതീയമായിട്ടുള്ള ഒരു ആരോപണങ്ങളും ഞങ്ങൾക്കെതിരെ കേരളം വിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല. എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല, ആരും പറയും. അങ്ങനെ പറഞ്ഞതിന് കൂട്ടു നിന്നിട്ടുള്ളവർക്കെല്ലാം 1 by 1 ആയിട്ട് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങൾ പഠിക്കും. മോഹൻലാൽ എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു അക്ഷരം പറയത്തില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഒരുത്തൻ കിടന്നുകൊണ്ട് പറഞ്ഞു അതെന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ. അതിൻ്റെ ഏറ്റവും വലുത് കാളിയനാണ്. കാളിയനൊക്കെ നമ്മുടെ മഹേഷിനെയൊക്കെ പടത്തൊക്കെ പറഞ്ഞ് ഒരുപാട് നാൾ, 2-3 കൊല്ലം മുമ്പേ തന്നെ എടുത്ത് ഇങ്ങനെ അത് എടുക്കാൻ പോകുന്നത് കേട്ടോ. കാരണം കാളിയനുണ്ട്, നമ്മുടെ വൈശാഖിൻ്റെ ഖലീഫ, പിന്നെ ഇതൊരു കറാച്ചി എന്ന് പറഞ്ഞൊരു പടം, സിനിമയുടെ സിനിമ അതാ ചിലർ വിളിച്ചിട്ടേ അമ്മ ഒരു കഥ ഇരിക്കുന്നത് കേട്ടോ, അമ്മ ഒന്ന് കേട്ടിട്ട്. ഞാൻ പറയാം ഞാൻ കേൾക്കുമ്പോൾ വല്ല പഴയ കുടുംബകഥയൊക്കെ അയ്യോ ഭാവം എന്ന് പറയും. ഇവരുടെ ടേസ്റ്റ് അതായിരിക്കത്തില്ല. പിന്നെ ശ്രീ അയ്യപ്പൻ എന്നും പറഞ്ഞ് മുമ്പ് ഒരു പടം അയച്ചു. അപ്പം അത് സംവിധാനം ചെയ്യാനിരുന്ന ആളും എടുക്കാനിരുന്ന പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ പൊന്നെ ചേച്ചി അയ്യപ്പൻ അവിടെ ഇരിപ്പുണ്ടല്ലേ എന്നെങ്കിലും വരുന്നുണ്ട്. അല്ല, അത് സത്യം പറയാൻ എനിക്ക് വലിയ ആഗ്രഹമാണ് മമ്മൂട്ടി വെച്ചിട്ട്. കാരണം മമ്മൂട്ടിക്ക് പറ്റിയ 1-2 കഥ ഒരിക്കലും ഇങ്ങനെ അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞു ഭാവി തലമുറയെ കാണിക്കേണ്ടത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ കുറേ പെണ്ണുങ്ങളുടെ കഥകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഒരു കൊലപാതകം അവനാ ചെയ്തതെന്ന് പറയുകയോ, ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ദിവസങ്ങളോളം ചർച്ചയോ, അതിൻ്റെ യഥാർത്ഥ തെറ്റുകാരെ പറ്റി പറ. അതുവഴി പോയതിൻ്റെ കാര്യം, ഇതുവഴി പോയതിൻ്റെ കാര്യം, ഇങ്ങനെ പറഞ്ഞ് എന്താ സംഭവം എന്ന് അറിയും. ഇതിൻ്റെ സീരിയസ്നെസ് അങ്ങ് പോകും ചിലപ്പോഴും. നിങ്ങൾക്കത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ ഇന്നലെ കണ്ടല്ലോ എന്ന് പറയും, നമ്മളുടനെ അങ്ങ് മാറ്റും ചാനൽ. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു. ദൈവത്തെ വിചാരിച്ച് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഇതുപോലെയുള്ള 22 വയസ്സായ ആങ്കർമാരോടും ഒരു അപേക്ഷയുണ്ട്. സെൻസിബിളായിട്ട് സംസാരിക്കുക. നമുക്ക് വന്നിരുന്നിട്ട് അടുത്ത പടം എന്തുവാ, അതെന്തുവാ, അതൊക്കെ ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറയും, നല്ല മിടുക്കി കുട്ടികളുണ്ട്. പക്ഷേ എല്ലാവരോടും പറയുക, ചാനലിനോടും അതിൻ്റെ അവതാരകരോടും, നിങ്ങളുടെ തമ്മിലടി കാണാനല്ല. ഞങ്ങളൊക്കെ ചാനലിന് മാസം വാടക കൊടുത്ത് കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണോ? അല്ല. ഡിഗ്രി കഴിഞ്ഞ് ഒരു ഉഗ്രൻ IT കരിയറിനായി ലൂമിനാർ ടെക്നോ ലാബ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, എല്ലാം ഉള്ള ഒരാളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വിവാദം വന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. എൻ്റെ കുഞ്ഞെ വിവാദം ഒന്നും വന്നിട്ടില്ല. മോഹൻലാൽ എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു അക്ഷരം പറയത്തില്ല, എനിക്ക് നന്നായിട്ടറിയാം. ആന്റണി പറയത്തില്ല, ആന്റണി അറിയാം. ഇത് അല്ലല്ല, ചിരി വന്ന എന്താണെന്നറിയോ? ഇപ്പൊ തന്നെ ആരായിരുന്നു സുരേഷോട്ടോ, എനിക്ക് പേരൊന്നും പറയാനില്ല. എമ്പുരാൻ തൊട്ട് തുടങ്ങിയതാണത്. എന്തോന്ന് എമ്പുരാനി തുടങ്ങിയത്? എമ്പുരാൻ 4 ദിവസം ഇവിടെ കളിച്ചു, ഒന്നും തുടങ്ങിയില്ല. സെൻസർ ബോർഡുകാരൊന്നും പറഞ്ഞില്ല. സർട്ടിഫിക്കറ്റും കൊടുത്ത് പടം കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരുത്തൻ കിടന്നുകൊണ്ട് പറഞ്ഞു അതെന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ. ഞാൻ ആ പടം വീണ്ടും കണ്ടു. ഒരു പത്രവാർത്ത വരുന്നു, അതിനെ തുടർന്ന് അതിനകത്ത് അപകടത്തിൽപ്പെട്ടവര് ഒരു റൈറ്റൊക്കെ നടന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അത് നടന്നവരെ രക്ഷിക്കുന്നത് അവിടുത്തെ ഒരു വലിയ ഹിന്ദു മഹാറാണിയാണ്. അവർക്ക് ഉറങ്ങാൻ സ്ഥലം കൊടുക്കുന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അപ്പം അവരുടെ മകൻ അത് ഇഷ്ടപ്പെടാതെ ആ ഹിന്ദു ആയ ആ മഹാറാണിയുടെ മകൻ തന്നെ അമ്മയെ കൊല്ലുന്നതാണ്. ഇത് കണ്ടോണ്ടൊരു കുട്ടി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ആ കുട്ടിയുടെ പ്രായത്തിനകത്ത് ജാതിയും മതം ഒന്നും അറിയാൻ വയ്യ. അപ്പം ഇത് പിന്നീട് വ്യാഖ്യാനിച്ച് എന്ത് ശരി, ഇത് സിനിമ, ഇത്രയാണ് സിനിമയിലുള്ളത്. അല്ലാതെ
അവിടെ എവിടാന്നോ അവിടെ അന്ന് ആരായിരുന്നു മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇതൊന്നും നമ്മളാരും നോക്കിയിട്ടുമില്ല. മിണ്ടാതെ 4 ദിവസം കളിച്ചിട്ട് ഈ പറഞ്ഞ മഹാൻ തന്നെ കെട്ടിപ്പിടിച്ച്, എന്നിട്ട് പിന്നീട് അദ്ദേഹം വിശദീകരിച്ച് കേട്ടോ, ഞാൻ ഇവിടെ പറഞ്ഞത് രാജുവിനെ കുറ്റം, ശശിക്ക് തെറ്റുപറ്റി. രാജുവിനെ കുറ്റം പറഞ്ഞില്ല, രാജു മറ്റുള്ളവരറിയാതെ ചെയ്ത സംഭവമാണെന്നുള്ളൊരു പട്ടിൽ അങ്ങേര് പറഞ്ഞു. മോഹൻലാൽ കണ്ടിട്ടില്ല, അവർ കണ്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ കഥകളാണ്, ഇതൊക്കെ കാരണം പറയേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ പ്രതികരിച്ചത്. ദാറ്റ്സ് നോട്ട് ഫെയർ, അത് ശരിയല്ല. അത് പ്രത്യേകിച്ച് പുള്ളി മേജറാന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിക്ക് ആ ചിട്ട കാണിക്കണ്ടേ. പുള്ളിയുടെ വിചാരം മേജർ എന്ന് പറഞ്ഞാൽ പുള്ളിയെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. നല്ല പുള്ളിക്കറിയാം, പുള്ളിയുടെ സീനിയേഴ്സ് ഒരുപാട് പേര് എൻ്റെ കുടുംബത്തിലുണ്ട്. കേണൽമാരുണ്ട്, വിംഗ് കമാൻഡർമാരുണ്ട്, മേജർമാർ തന്നെ 3 പേരുണ്ട് ഇപ്പോഴും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പേര്, ഇപ്പം ഇവർ പഠിച്ചത് സൈനിക സ്കൂളിലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഗ്രൂപ്പിലുള്ള പട്ടാളക്കാരിലെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അതിന് കാണിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ കാണിക്കാം. പട്ടാളക്കാരുടെ ഒരു 9ഓളം മെസ്സേജ് എൻ്റെ കിടപ്പുണ്ട്. അതൊന്നും ഞാൻ കളയത്തില്ല, ഞാൻ ഫയൽ ചെയ്തിടും, പറയേണ്ട സമയത്ത് പറയുകയും ചെയ്യും, ജീവനോട് ഇരിക്കുന്നെങ്കിൽ. അല്ല, അത് ഞാനൊരു അഹങ്കാരം കൊണ്ട് പറയില്ല, അത്രയ്ക്ക് വിഷമിച്ചു പോയി ഞാൻ. ആരും പറയാത്തൊരു പോയിന്റ് എടുത്തു വെച്ച് 5-ാം ദിവസം ഇതൊരു പ്രശ്നമാക്കി. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു പക്ഷേ ഈ സംഘികളെന്നോ അല്ലെ എന്താ പറയുക RSS അനുഭവം എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ, ഞാനതൊന്നും അത്ര എനിക്ക് അറിയാം, ഞങ്ങളെ അറിയാവുന്ന ഒരു വലിയ RSSമായിട്ട് ബന്ധപ്പെട്ട വലിയ 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 ആൾക്കാരെ എനിക്കറിയാം. അവരൊന്നും പറയത്തില്ല ഞങ്ങളൊക്കെ വിരോധികളാന്ന്. കൊച്ചു കുട്ടികളാകുമ്പം ഈ പറയുന്നതിൻ്റെ തൊട്ട് ആരെങ്കിലുമൊക്കെ പറയും, കുറേ പേർക്ക് ഇന്ന നടൻ, കുറേ പേർക്ക് ഇന്ന നടൻ, കുറേ പേർക്ക് ഇന്ന നടൻ അല്ലേ കാണും. ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ എല്ലാ ജാതിയിലുള്ളവരും കാണും. അപ്പം അവർ ചിലപ്പം അയ്യോ കണ്ടോ മോഹൻലാലിനെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞിരിക്കും. എന്നല്ലാതെ ജാതീയമായിട്ടുള്ള ഒരു ആരോപണങ്ങളും ഞങ്ങൾക്കെതിരെ കേരളം വിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല എന്നാണ് അവർ കാണിച്ചു തരട്ടെ അദ്ദേഹം ആ ഗ്രൂപ്പിലുള്ള മെസ്സേജ്. അപ്പം അങ്ങനെ ഒരു ഇല്ലാവചനം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങേർക്ക് ഇത് എന്ത് കാര്യമാണ് 5 ദിവസം ഓടിയ പടത്തിനെ പറ്റി പെട്ടെന്ന് മൈക്കും കൊണ്ടുവച്ച് പറയാൻ. അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഇവിടെ സിനിമാ സംഘടനകൾ മിണ്ടത്തില്ല. കാരണം പണ്ടേ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റപ്പെട്ടൊരു ജീവിയായിട്ട് കണക്കാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെയോ ഭാര്യയുടെയോ ഒക്കെ പ്രശ്നം വരുമ്പം ആരും ഇടപെടാറില്ല, ചോദിക്കാറുമില്ല. പക്ഷേ ഇന്നലെ വന്ന പിള്ളേരുടെ കാര്യത്തിലൊക്കെ അയ്യോ അവളിങ്ങനെ പറഞ്ഞോ അവരിങ്ങനെ പറഞ്ഞൊക്കെ ചോദിക്കും. അത് അവരുടെ വിഷയം, അതെനിക്ക് അതിലിടപെടേണ്ട കാര്യമില്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. ഏതായാലും അപ്പം ഞാൻ വിചാരിച്ചതേ ആരും ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ മുരളിയുടെ അടുത്ത് വിളിച്ചു, മുരളിയുടെ സ്ക്രിപ്റ്റാണ്. അയ്യോ എൻ്റെ പൊന്നാൻറ്റി ചുമ്മാ ആയിരിക്കണം ഇതിനൊക്കെ മറുപടി പറയുന്നത്. അപ്പോൾ മുരളി അതൊരു നിസ്സാരമായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ മിണ്ടിയില്ല. അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒരുപാട് പേര്, അത് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ ഫോണിൽ നോക്കിയാൽ അറിയാം. ഞാൻ ഈ നാട്ടുകാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിശബ്ദമായിട്ട് എന്നാലാവുന്നത് ചെയ്യുന്ന ഒരാളാണ്. വിളിക്കുന്നു, കോളേജ് ഗ്രൂപ്പ്, എനിക്ക് വലിയൊരു ഗ്രൂപ്പുണ്ട് തിരുവനന്തപുരം വിമൻസ് കോളേജ്. കാരണം ഞങ്ങൾ കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ചത് തന്നെയാണ് വിമൻസ് കോളേജിൽ വന്നത്. കൂൾ ലീഡേഴ്സ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പം അതിനകത്തുനിന്ന് എന്തുകൊണ്ടോ വലിയ ഇതിങ്ങനെ ചുമ്മാ ഞങ്ങളൊക്കെ കണ്ടല്ലോ പടം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അയ്യ അത് അങ്ങേരെ മറ്റേ എന്തെന്ന് ഒരുത്തൻ മേജർ അയാൾ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് പേര് പറഞ്ഞുകൂടാ, അദ്ദേഹം സിനിമാ നടനാണെന്നോ സംവിധായകനാണെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പം പുള്ളി പറയുന്നില്ലേ, പുള്ളി എല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തവരുണ്ട് ഈ നാട്ടിൽ. ഇപ്പം എൻ്റെ പേര് പറയാൻ ചിലപ്പം കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ കേരളത്തിൽ വിട്ടുപോയാൽ ചിലപ്പോൾ അതാരാന്ന് ചോദിക്കും. അതൊക്കെ സ്വാഭാവികമല്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തായാലും പറഞ്ഞാൽ അത് ആരെങ്കിലും ഒരു ഒഫീഷ്യലി പറയേണ്ടതായിരുന്നു, അങ്ങനെ പറയരുത് എന്നുള്ളത്. കാരണം ഇത് മോഹൻലാലിനെ പോലെയൊക്കെ ഒരു വലിയ നടൻ ഒന്നും അറിയാതെ ഉമ്മ അഭിനയിക്കുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരിക എല്ലാവർക്കും. അപ്പം എന്നിട്ട് പാവം ലാലു ഏതൊക്കെയോ സ്റ്റേജിൽ ഞാൻ പടം കണ്ടു, ഒരുപാട് കഷ്ടപ്പെട്ടൊരു പടമാണ്, നിങ്ങളെല്ലാവരും കാണുന്നതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻസ് വളരെ പാവം, അദ്ദേഹത്തിനെ കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ഒരു തരത്തിലായിപ്പോയി ആ ഒരു കമന്റ്. തീർച്ചയായിട്ടും അയ്യോ ലാലു ഒരു 5-6 വയസ്സുള്ളപ്പോൾ തൊട്ടേ എനിക്കറിയാവുന്ന ഒരു കുഞ്ഞാത്. അത് പോട്ടെ, എന്നിട്ട് എഴുതി കൊടുത്തു മാപ്പ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നു, മറ്റന്നാൾ 11-നും 15-നും ഇടയ്ക്ക് ഞാൻ ഈ മാപ്പ് കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ശരിയല്ലായ്മയുണ്ടല്ലോ എന്ത്. അപ്പം ഞാൻ പറയും, ഇത് മാത്രം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പ്രതികരിക്കത്തുമില്ല ഞാൻ അന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്, കാരണം എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല, ആരും പറയരുത്. അങ്ങനെ പറഞ്ഞതിന് കൂട്ടു നിന്നിട്ടുള്ളവർക്കെല്ലാം 1 by 1 ആയിട്ട് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങൾ പഠിക്കും. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞത് ഓർമ്മയുണ്ടോ, അത് അറിഞ്ഞേ പോകുമെന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ അത്ര ഈശ്വരനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ, അവർക്കൊന്നും ഈ ഭാഷ അറിയത്തില്ല, അവരുടെയൊക്കെ മോഡേൺ ഭാഷയാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിച്ചൊക്കെ വിടും. പക്ഷെ ഞാനതല്ല, ഞാൻ അമ്പലത്തിൽ ചെന്ന് ഞാൻ ഹരിപ്പാട്ട് ജനിച്ച ഒരാളാണ്.
അമ്പലങ്ങളുടെ നടുവിൽ ഒരു ഭാഗത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഒരു ഭാഗത്ത് മണ്ണാർശാല. ഇങ്ങനെ അപ്പം ഞാൻ വെച്ചത് എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞത്? എനിക്ക് സത്യത്തിൽ സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തെറ്റ്, ഇത് മുഴുവൻ നുണയാണ്. രാജുവിനെ കുറ്റം പറഞ്ഞത് എവിടെ ഞാനും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഞാൻ പറഞ്ഞത് ഇത്രേ പറഞ്ഞുള്ളൂ. കാരണം രാജു ആരോ അറിയാതെ എഴുതിക്കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്ത് പടം കണ്ടപ്പോഴാണ് അത് ഇതുപോലൊരു കള്ളത്തരം ഇനി ജീവിതത്തിലേക്ക് പറയാൻ കിട്ടത്തില്ല. അത്ര ഭംഗിയായിട്ട് അതങ്ങ് അവതരിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന മാപ്പ് പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിപ്പോൾ അയാൾക്ക് ഗുണം കിട്ടിയേ? വല്ല ഗുണമുണ്ടായോ? ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ എപ്പോഴും നമ്മൾ അത് ചുമ്മാ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയുള്ള വലിയ അത് എല്ലാ ഭാഷയിലും ഉണ്ട്. വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ 10 പേര് പോകിൽ ഒരാൾ ചിലപ്പോൾ ഒരു ഇച്ചിരി വിഷമായിരിക്കും. ആരാണ്ട് പറഞ്ഞതിൻ്റെ ഒരു കുടം വെള്ളത്തിൽ ഒരു തുള്ളി വീണാലും മതിയല്ല വിഷം പോരെ. ആ റോൾ ഏറ്റെടുക്കുന്ന ഒരാളെങ്കിലും കാണും ആ ഗ്രൂപ്പിൽ. ഇതാണ് സത്യം. എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി അപ്കമിങ് പ്രോജക്റ്റും ഒക്കെ എന്താണ് രാജുവേട്ടനെ? അയ്യോ, രാജുവിൻ്റെ ഒരു 4-5 പടം ഇങ്ങനെ പെൻഡിങ്ങിലാണ്. കാരണം എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഏറ്റവും വലുത് കാളിയനാണ്. കാളിയനൊക്കെ നമ്മുടെ മഹേഷിൻ്റെയൊക്കെ പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാൾ, ഒരു 2-3 കൊല്ലം മുമ്പേ തന്നെ എടുത്ത് ഇങ്ങനെ അത് എടുക്കാൻ പോകുന്നത് കേട്ടതാണ്. കാളിയനുണ്ട്, നമ്മുടെ വൈശാഖിൻ്റെ ഖലീഫ, പിന്നെ ഒരു കറാച്ചി എന്ന് പറഞ്ഞൊരു പടം, സന്തോഷം. അത് ഗുരുവായൂർ അമ്പലനടയിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പടം വിപിൻ ദാസിൻ്റെ കയ്യിൽ. അന്നേ വിപിൻ ദാസ് ഞാൻ ഈ നമ്മുടെ വ്യസന സമയത്ത് അഭിനയിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു ആ പടം രാജു എൻ്റെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇതൊക്കെ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രാജു ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ നേരത്തെ തീരുമെന്ന് പറഞ്ഞാണ് രാജു ഇല്ല ഹിന്ദി പടം കയറി കമ്മിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് തിരക്കായിപ്പോൾ ഈ പടമില്ല. പക്ഷേ ഇപ്പോൾ തുടങ്ങുകയാണ് ഈ 6-ാം തീയതി വൈശാഖിൻ്റെ പടം തുടങ്ങുന്നു. കാളിയ ഇനി അവൻ കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ തീർത്തിട്ടെടുത്ത് ചാടിയാൽ മതി എൻ്റെ പൊന്നുമോനെ. വേറെ ഞാൻ പറഞ്ഞു ഒത്തിരി പടങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ആ പടങ്ങളുടെ എല്ലാ ഭാഷയിലും ഉണ്ട്. അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് ഇങ്ങനെ അമ്മയെ വിളിച്ച് പറയാറൊക്കെ ഉണ്ടോ? ബെസ്റ്റ് സിനിമയുടെ സിനിമ അതാ ചിലർ വിളിച്ചിട്ടേ, അമ്മ ഒരു കഥ ഇരിക്കുന്നത് കേട്ടോ, അമ്മ ഒന്ന് കേട്ടിട്ട്. ഞാൻ പറയാറ് ഞാൻ കേൾക്കുമ്പോൾ വല്ല പഴയ കുടുംബകഥയൊക്കെ അയ്യോ ഭാവം എന്ന് പറയും. ഇവരുടെ ടേസ്റ്റ് അതായിരിക്കത്തില്ല. ഞാൻ ഈ 2 കാര്യത്തിൽ ഇടപെടത്തില്ല. ഇന്നേ വരെ ഒരാൾ എന്നോട് കഥ പറയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. രാജുവിൻ്റെ ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറയല്ലോ ഞാനിപ്പോൾ എവിടെയാന്ന് ചോദിച്ചാൽ അമ്മയുടെ ചോദിക്കല്ലേ, അമ്മയ്ക്ക് ഒരു പിടിയില്ല ഞാനിപ്പോൾ ഏത് പടമാണെന്ന് വെച്ചാൽ ഞാനതൊന്നും ചോദിക്കത്തില്ല. ഇത് പറയാം, അമ്മ ഞാൻ ഇന്ന് വൈകിട്ട് ബോംബെക്ക് പോവേ, ഹൈദരാബാദ് പോവേ, അങ്ങോട്ട് പോയി ശരി മോനെ, ശരി വിളിക്കണേ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതേ ഉള്ളൂ സിനിമാ സംബന്ധിയായിട്ടുള്ള. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ തമാശും എല്ലാവരും കൂടി ഇത് പറയുന്നതല്ലാതെ സിനിമയുടെ ഇന്ന പടങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അതാണ് ഞാൻ ചോദിച്ചെന്നാലും മോനെ ഇതൊക്കെ ഇനി അതെല്ലാം തീർത്തിട്ടേ ഉള്ളൂ അടുത്തതിലോട്ടുള്ള ചാട്ടം. ഫസ്റ്റ് ഇപ്പം ഓഗസ്റ്റ് 5-ാം തീയതി തുടങ്ങുന്നത് മറ്റേ വൈശാഖിൻ്റെ പടം ഖലീഫ. അല്ലാതെ അതിന് കൂടുതലൊന്നും പറയാറില്ല രാജു. അതും തന്നെ 2 ഷെഡ്യൂളാണ്. ഇപ്പം ആദ്യം വിദേശത്തെ കണ്ടുള്ളവരുണ്ട്, അത് പലയിടത്തുമുണ്ട് ഷൂട്ടിങ്. ഇപ്പോൾ അങ്ങനെയാണല്ലോ സിനിമ, എല്ലാ ഭാഷയിലെ സിനിമ ഒരു സ്ഥലത്ത് എടുക്കുന്ന പതിവില്ല. ഈ ഇന്ത്യക്കകത്തോ പുറത്തോ ഒക്കെ ആയിട്ട് ഒരു 4-5 സ്ഥലത്ത് പോയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ആദ്യം അവർ ലണ്ടനിൽ അവിടുത്തെ പോർഷൻസ് തീർക്കുന്നു, വരുന്നു. പിന്നെ അവൻ്റെ നോബഡി എന്തോ കുറച്ച് തീരാനുണ്ട്, അത് സന്തോഷ് ട്രോഫി, പിന്നെ കാളിയൻ. അല്ലാതെ കുറേ പടങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീ അയ്യപ്പൻ എന്നും പറഞ്ഞ് മുമ്പ് ഒരു പടം അയച്ചു. അപ്പോൾ അത് സംവിധാനം ചെയ്യാനിരുന്ന ആളും എടുക്കാനിരുന്ന പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ പൊന്നെ ചേച്ചി അയ്യപ്പൻ അവിടെ ഇരിപ്പുണ്ടല്ലേ എന്നെങ്കിലും വരുന്നുണ്ട് എന്നൊക്കെ. അത് അവൻ്റെ കുറ്റമല്ല. ഈ മറ്റു പടങ്ങളിലേക്ക് കയറുമ്പോൾ അഭിനയിക്കുന്ന പടങ്ങളെല്ലാം ഇങ്ങനെ തള്ളി പോകുന്ന. അതുകൊണ്ട് അത് മഹേഷ് ബാബുവിൻ്റെ മൂവി ഉണ്ടായിരുന്നില്ലേ? മഹേഷ് ബാബുവിൻ്റെ പടം ഉണ്ട്, മറ്റേ രാജമോഹൻ്റെ പടത്തിൽ. അവരുമൊക്കെ ആയിട്ട് വലിയ അവരുമായിട്ടൊക്കെ വലിയ അടുപ്പാണ്. അത് അവിടെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഇവനെ ഇട്ടൊരു പാരപണി അങ്ങനെയൊന്നും അവിടെ ഒന്നുമില്ല. അവരെല്ലാവരും വളരെ ഫ്രണ്ട്സായിട്ട്, പിന്നെ അവരവരുടേതായ ജോലി, താൻ തൻ്റെ ജോലി എന്നുള്ളൊരു ലെവലിൽ എല്ലാവരും അങ്ങ് വിടും. കാണുമ്പോൾ എല്ലാവരും അതാണ് നല്ലത്. ഇതങ്ങനല്ല, മീറ്റിംഗ് കൂടി ആലോചിക്കുകയല്ലേ എന്ത് പാര വയ്ക്കാം. ലാലേട്ടർ വെച്ചിട്ട് ഒരു പടം ചെയ്തു, ഇനി മമ്മൂട്ടി അല്ല, അത് സത്യം പറയാൻ എനിക്ക് വലിയ ആഗ്രഹമാണ് മമ്മൂട്ടി വെച്ചിട്ട്. കാരണം മമ്മൂട്ടിക്ക് പറ്റിയ 1-2 കഥ ഒരിക്കൽ ഇങ്ങനെ അവൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അമ്മ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഗ്യാപ്പ് ഈ അഭിനയത്തിൽ നിന്ന് ഇതിന് പോയി. ഒരു വലിയ പടം ചെയ്യുമ്പോൾ അത്ര ഒരു 1.5 വർഷക്കാലം അവൻ അതിൻ്റെ പുറകെയായിപ്പോയി. അങ്ങനെയാണ് ഈ 2-3 ഈ കാളിയനൊക്കെ അല്ലെങ്കിൽ എപ്പോഴേ ചെയ്യേണ്ടതെന്നറിയോ. ഏതായാലും ഇനിയിപ്പോൾ ഇതങ്ങ് തീർത്ത് കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കത്തില്ല. മമ്മൂട്ടി വെച്ചൊരു പടം ചെയ്യും.
അങ്ങനെ അല്ലേ വന്നിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബപരമായിട്ട് ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ പല വേദികളിലും പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിക്ക് ഇങ്ങനെ കണകുണുണാന്നുള്ള വാചകവും കുറേ പേരെ കൊണ്ട് നടന്നിട്ട് അതൊന്നും നടക്കത്തില്ല മമ്മൂട്ടിയുടെ കൂടെ. മമ്മൂട്ടിയാണ് എപ്പോഴും. അതൊരു വേറൊരു സ്റ്റൈലാണ്. ഞാൻ പോലും മമ്മൂട്ടി പറയട്ടെ ചുമ്മാ ഞാൻ വിളിക്കുമെന്ന് ഫോൺ. സ്റ്റൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഫാഷന്റെ കാര്യത്തിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയണേ. എന്നാൽ ഇപ്പൊ വേറൊരാളും കൂടെ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോ രാജുവേട്ടൻ്റെ അല്ലേ? രാജുവോ? അയ്യോ, അവൻ ആ കാര്യത്തിൽ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന മമ്മൂട്ടിയാന്ന് തോന്നുന്നു. ആണല്ലേ? അത് എപ്പോഴും പറയാം, നമുക്ക് പോലെ ഇരിക്കണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്. അല്ല ശരിക്കും ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, എനിക്കൊരു പക്ഷേ ഈ പറഞ്ഞ ലാലുവിനോട് പറയുന്ന അത്രയും ഒരു സ്വാതന്ത്ര്യം ചിലപ്പോൾ എനിക്കില്ല. എന്നാലും എനിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ഇന്ന് വരെ വെറുതെ ഗുഡ് മോർണിംഗ് മമ്മൂട്ടി ഞാൻ വിളിക്കാറില്ല. കാരണം എനിക്കറിയാം വല്ലപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് കലുപോലും അത് അവരുടെ ഒരു ഫ്രണ്ട്സ് കാണും, ഒരു പ്രത്യേക അടുത്ത ഫ്രണ്ട്സ്. നമ്മളൊക്കെ അതിലല്ല, സുഖേട്ടൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഞാൻ എടുത്തു. മമ്മൂട്ടി ഞങ്ങളുടെ ഒരു പടത്തിൽ അഭിനയിച്ചു, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എതിർക്കുന്ന ആളായിരുന്നു സുഖേട്ടൻ. ഇവിടെ അവൻ എൻ്റെ കൂട്ട നാക്ക് ഒരു ഇച്ചിരി ചിലപ്പോൾ വളയുന്നേ ഉള്ളൂ, ഇത്രയും ശുദ്ധന എന്തെങ്കിലും എപ്പോഴും മമ്മൂട്ടിയെ പൊക്കി പറയാം. അപ്പം അങ്ങനെയൊന്നും സുഖേട്ടൻ അങ്ങനെ എല്ലാവരെയും കുറിച്ചൊന്നും പറയത്തില്ല, വളരെ കുറച്ച് പേരെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടുള്ളൂ. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സത്യമാണെന്ന്. മമ്മൂട്ടിയുടെ പെരുമാറ്റവും മമ്മൂട്ടിയുടെ വർത്തമാനങ്ങളും എവിടെയാണോ ഞാനൊന്ന് ഇടപെടേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ ഞാനൊരു കാര്യം സംസാരിക്കേണ്ടത് അവരിങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഏറ്റവും ഒരു അവസരോചിതമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അല്ല ചുമ്മാ കൊല അതിനൊന്നും മമ്മൂട്ടിയെ കിട്ടത്തില്ല. ശരിക്കും മമ്മൂക്കയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു അല്ലേ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ അത്രയും എന്താ പറയുക, ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളായിട്ട് എനിക്കെപ്പോഴും തോന്നുന്നത്. അല്ല തീർച്ചയായിട്ടും അതെ. എന്നെ പത്രക്കാർ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, മനോരമ എന്നാണെന്ന് തോന്നുന്നു. പെണ്ണങ്ങാണ്ട് മമ്മൂട്ടി എഴുതിയപ്പോൾ ചേച്ചി കണ്ടായിരുന്നു നമുക്ക് സുഖേട്ടനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ മനുഷ്യന് അത്രയുള്ള ഒരു ഗുരുത്വവും ഒരു വിശ്വാസവും ഒരു അടുപ്പവും ആദരവും ഒക്കെ എല്ലാവരോടും കാണിക്കുന്ന ഒരാളാണ്, അതെനിക്കറിയാം. അപ്പോൾ അത്ര വലിയ ആദരവൊന്നും കാണിക്കേണ്ട ആളല്ല, ഒന്നിച്ച് അഭിനയിച്ച ആളാണ് സുഖേട്ടൻ. പക്ഷേ എങ്കിലും സുഖേട്ടൻ എന്നെക്കാട്ടിൽ ഇച്ചിരി സീനിയർ ആണല്ലോ എന്നുള്ള റെസ്പെക്റ്റ് അതൊക്കെയാണ് ഇന്നത്തെ തലമുറ കണ്ടുവയ്ക്കേണ്ടത്. ഇന്നിപ്പോൾ ഇത് നമ്മളൊക്കെ ചെയ്യപ്പെട്ടെ, നമ്മളെ പെണ്ണുങ്ങളെ ബഹുമാനിക്കേണ്ട, പക്ഷേ ഒരു മീറ്റിങ്ങിലോ ഒരു ജനറൽ ബോഡിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സെറ്റ് ചെറുപ്പക്കാർ, ഒരു സെറ്റ് വയസ്സായവർ, രണ്ടും തമ്മിൽ ഇടയ്ക്ക് ഒരു മതിലുണ്ട്. പക്ഷെ മമ്മൂക്കയ്ക്ക് ഏജിലുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ അങ്ങനെയല്ല, മമ്മൂക്ക എപ്പോഴും സ്റ്റിൽ യങ് ആണ്. അല്ല മമ്മൂട്ടി അങ്ങനെയാണ്, ഇനി ഇതിലും യങ്ങായിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഞാൻ ചിലപ്പോൾ മമ്മൂട്ടിയുടെ അമ്മൂമ്മയായിട്ടൊക്കെ അഭിനയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കും. ഞാൻ പറയുമ്പോൾ പിള്ളേരോട് എടാ മമ്മൂട്ടിയുടെ കഷ്ടം, എനിക്കൊരു നല്ല വേഷം കിട്ടിയതായിരുന്നു കേട്ടോ. മറ്റേ എന്തായിരുന്നു പടത്തിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ മമ്മൂട്ടിയുടെ ഒരു പടം ടർബോയിൽ എനിക്കത് ബിന്ദുവായിരുന്നു ചോദ്യം ചെയ്തത്. എനിക്ക് വിളിച്ച് അഡ്വാൻസും തന്ന് എല്ലാം. അപ്പോഴാണ് എനിക്കില്ല കാലിൽ സെല്ലുലൈറ്റീസ് വന്നിട്ട് ഒരു ചെറിയ കീ ഹോള്, പിന്നെ അപ്പോഴത്തേക്ക് ഓരോരുത്തരയ്യോ ഡയബറ്റീസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ട്, ഓരോ ഡോക്ടർമാർ ഓരോ സ്ഥലത്തേത്. അപ്പോൾ എൻ്റെ ചേട്ടൻ ബന്ധു അമേരിക്കയെന്ന് ഇപ്പം എല്ലാം കൂടെ എടുത്ത് ഇപ്പോൾ കളയുമെന്നുള്ള മട്ടിലൊക്കെ പറഞ്ഞ് ഞാനും പേടിച്ചു. ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുമില്ല. എനിക്ക് ഈ മുട്ടുവേദനയുടെ ഒരു പ്രശ്നം. ചേട്ടൻ വന്നു, ആശുപത്രി കൊണ്ടുപോയി, ഡോക്ടർ ചാൾസ് എന്ന് അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ ചെയ്യണ്ട, അമ്മയ്ക്ക് ഈ ഇൻഫെക്ഷൻ ഒന്ന് മാറിയാൽ മതി. ഈ സെല്ലുലൈറ്റിസ് ആകുമ്പോൾ കാലിൻ്റെ കുഴയുടെ അവിടെ ഒരു ചുവപ്പ് കളറൊക്കെ വരും. അപ്പോൾ ആദ്യം എല്ലാവരും പേടിച്ചു പോയി, കാല് മുറിച്ച് പോകുമെന്നൊക്കെ. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അങ്ങനെയൊന്നും വന്നില്ല. ചേട്ടൻ വന്നു, അതെല്ലാം അതിൻ്റെതായ രീതിക്ക് ചെയ്ത് എല്ലാം മാറി ചേട്ടൻ തിരിച്ചു പോയി. ഇപ്പം പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു അമ്മായിയമ്മയാണ്. അത് ഞാൻ പറയും, കാരണം എന്ന് വെച്ചാൽ അവർ സംശയമുണ്ടോ? ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുള്ള രണ്ടുപേരോടും എൻ്റെ ഒരു പിന്നെ ഒരു ഫോട്ടോ ഉണ്ടാക്കി പൂജാമുറിയിൽ വെച്ചിട്ട് എന്നും രാവിലെ പൂവിട്ട് തൊഴണമെന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു ശല്യമില്ല ആണ്, ഒരു ശല്യമില്ല. കാരണം രണ്ട് മക്കളും മരുമക്കൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലേ കൊടുത്തേക്കും. അവരങ്ങനെയാണ്, അവർക്ക് അവര് പൂർണ്ണിമയ്ക്കാണെങ്കിൽ പ്രാണ എന്ന് പറഞ്ഞ പൊട്ടിക്ക് ഡിസൈനിങ് രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. സുപ്രിയം ഇപ്പം ബോംബെയിലെ എനിക്കറിയില്ല, ഇവിടെ ഉള്ളപ്പോൾ ഈ പ്രൊഡക്ഷൻ കാര്യങ്ങളും അതും ഇതുമൊക്കെ എല്ലാം കൂടെ നോക്കുന്നതും രാജുവിന് അതിന് സമയം കിട്ടത്തില്ല. അപ്പോൾ അത് രണ്ടുപേർക്കും നല്ല ജോലിയാണ്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും സമയം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഒരു പരാതിയില്ല. പിന്നെ വല്ലപ്പോഴും കൊച്ചുമക്കളെ ഇവിടത് വഴി ഒന്ന് കയറ്റി കൊണ്ടുപോകണമെന്നൊരു കണ്ടീഷനുണ്ട്, അത്ര. ഞാൻ പറയും നിങ്ങൾ വരണ്ട, ഈ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് വിട്, കാരണം എനിക്കിപ്പോൾ അവരുമായിട്ടാണ് കമ്പനി കൂടുതൽ.
പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ എന്ത് പറയാനുള്ളത്, സുഖേട്ടൻ എന്ന് പറയാണ്. കാരണം ആ ഒരു വാക്കിലുണ്ട് ശരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോരം സ്നേഹം. മോളെ, ഒരു വീടിന്റെ ബലം എന്ന് പറഞ്ഞ അതിന്റെ ഫൗണ്ടേഷൻ അല്ലേ? അവിടെ ഒരു ബലക്കുറവോ ഒരു തകർച്ചയോ വന്നാൽ പിന്നെ എത്ര കെട്ടിപ്പൊക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നുന്നു സ്നേഹം കണ്ടായിരിക്കും രണ്ട് മക്കളും. തീർച്ചയായിട്ടും അതെ. എന്നെ ഞാൻ ഒന്നും മിണ്ടാതെല്ലാം സഹിച്ചും പുറത്തും മറന്നും ആരോടും ഒന്നും പറയാതെ കഴിഞ്ഞ കാലത്ത് എന്നെ വന്ന് രക്ഷപ്പെടുത്തിയ ഒരു ജീവിതം തന്നെയാണ് സുഖേട്ടൻ. അത് എനിക്ക് ഞാൻ എൻ്റെ മരണം വരെ എന്നല്ല, മരണം കഴിഞ്ഞാലും എനിക്കറിയാം എന്നെ സുഖേട്ടൻ അങ്ങ് വിളിക്കുമെന്നറിയാം, അടുത്ത് തന്നെ വിളിക്കും. കാരണം അത്രയും ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയൊരു വ്യക്തിയാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്ന 2 കുഞ്ഞുങ്ങളെ തന്നു. അതൊന്നും നമ്മളിപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന തീവ്രതയൊന്നും മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ മനസ്സിലാണെന്നില്ല, കാരണം അവർ ആ സൈഡ് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾക്കറിയാം ഒരു പരിധിവരെ അച്ഛൻ എങ്ങനെയാണ് അമ്മയെ നോക്കിയിരുന്നതെന്നും അച്ഛൻ എങ്ങനെയാണ് അമ്മയെ കണ്ടിരുന്നതെന്നും. ഒരു കാര്യത്തിനും ഒരു വേദനിച്ച് ഞാൻ കരയേണ്ട ഒരവസ്ഥയൊന്നും വന്നിട്ടേയില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചൊരു 20-21 വർഷം തന്നു ഭഗവാൻ. അതായിരുന്നു സുഖേട്ടനൊത്തുള്ളൊരു ജീവിതം. പക്ഷേ അതിൻ്റെ ഒരു കാരണവശാലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മല്ലിക വിഷമിക്കരുതെന്നുള്ള ചിന്തയോടുകൂടി ഭയങ്കരമായിട്ട് ജീവിതം പ്ലാൻ ചെയ്തൊരു ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് ഇന്ന് മല്ലിക സുഖമായിട്ട് ജീവിക്കുന്നത്. എനിക്കുള്ളതൊക്കെ എനിക്കുള്ളത് തന്നെയാണ്. എനിക്ക് എൻ്റെ മക്കൾ വാങ്ങിച്ചതൊക്കെ എൻ്റെ മക്കൾ വാങ്ങിത്തന്നു എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അതില്ലാത്ത അമ്മമാർക്ക് എന്തും പറയാം. പക്ഷെ എങ്ങനെ അമ്മ അത്രയും സ്നേഹിക്കുന്ന 2 മക്കളെ കിട്ടിയതിലും തീർച്ചയായിട്ടും അതെ. എന്തിപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ മക്കളെ എനിക്ക് പുറന്നാളിന് വരുമ്പോൾ രാവിലെ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ കൊണ്ട് വരുമ്പോൾ ഞാൻ സുഖേൻ്റെ ഫോട്ടോയിലോട്ടാണ് നോക്കുന്നത്. ദൈവമേ, ഇങ്ങനെയൊക്കെ വന്നു പോട്ടെ, എന്നും വന്ന് കാണണമെന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു പൊസസീവ്നെസ്. അയ്യോ എനിക്ക് കണ്ടില്ലേ ഒരാഴ്ച ആയെന്നൊക്കെ പറയുന്നത് എനിക്കറിയൂടെ. ബോംബെയിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ വരാൻ ഒക്കില്ല. അതൊക്കെ ചുമ്മാ നമ്മൾ പറയാമെങ്കിലും എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം. അതെല്ലാം ആ ഭാഗ്യം എല്ലാ അമ്മമാർക്കും കിട്ടിയെന്ന് വരില്ല. അത് ചോദിക്കുന്നവർക്ക് പലതും ചോദിക്കാൻ വിവരക്കേട്, പക്ഷെ അതനുഭവിക്കാൻ ഒരു യോഗം വേണം. അതെനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ത് ചെയ്തു എന്ന് അതൊരു വലിയ അത്ഭുതമാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ മീഡിയ ഗ്രൂപ്പുണ്ട്. കാരണം എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും എല്ലാവരും ഇവിടെ ഉള്ളത്. അതിൻ്റെ പേരാണ് ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ്. അപ്പോൾ ഒരുപാട് പേരാണ്, 100-200 പേരോളം എനിക്ക് കൃത്യ കാണാനില്ല. പക്ഷേ എല്ലാ ചാനലുണ്ട്, എല്ലാ പത്രങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയപ്പോൾ അതിനകത്തുണ്ട്. എനിക്ക് ഈ 51 വർഷം ഞാനായപ്പം ആദ്യമായിട്ട് വലിയ ചേച്ചി 50 വർഷം തികഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സ്വീകരണം തരുന്നത് പത്രക്കാരുടെ ഗ്രൂപ്പാണ്. അത് എൻ്റെ കോളേജ് ഗ്രൂപ്പിലും ഖത്തർ ഗ്രൂപ്പിലും ഒക്കെ വലിയ സംസാരമായിരുന്നു. അയ്യോ ചേച്ചി ഇതൊക്കെ ഞാൻ ചേച്ചി എന്നിങ്ങനെ അവരെയൊക്കെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ആദ്യം കാണും ഒരു മീഡിയക്കാർ ഒരാൾക്ക് 50 വർഷം തികച്ച് ഒരു സ്വീകരണം തരുന്നത്. ചേച്ചിയുടെ സംഘടനയോ ഒന്നും. ഞാൻ പറഞ്ഞു അയ്യോ സംഘടനയിലൊക്കെ 50 വർഷമൊക്കെ ആയവർ പലരും കാണും. ഇതിപ്പോൾ എന്നോട് ഞാൻ അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്നൊരു തലതൊട്ടമ്മയായിട്ട് എന്നെ അങ്ങ് അംഗീകരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് അതിനകത്ത്. IAS-കാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, സിനിമാക്കാർ തന്നെ ഒരു 3-4 പേരുണ്ട്. വലിയ ഗ്രൂപ്പാണ്. പിന്നെ അതിൻ്റെ കൂടെ പത്രങ്ങളും ചാനലുകളും വലിയൊരു ഗ്രൂപ്പാണ്. അതിപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ വേറെണ്ണം നടത്തി. അപ്പോൾ അങ്ങനെ അത് തന്ന് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടൊരു സ്വീകരണം തന്നു. 50 വർഷമായി. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഞാൻ അവരോട് പെരുമാറുന്ന രീതിയിൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ആരോടും എൻ്റെ ഒരു ചെറിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അടിച്ച് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്. അതല്ല മാന്യത എന്ന് പറയുന്നത്. നടന്ന സംഭവങ്ങൾ പറഞ്ഞോട്ടെ. 2 കല്യാണം കഴിക്കാത്തവരാണല്ലോ ഈ ഭൂമിയിൽ കിടക്കുന്നതൊക്കെ. എന്തെല്ലാം ദുഃഖങ്ങൾ ഓരോ പെണ്ണുങ്ങൾക്കുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം തന്നെ ഇന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, അന്ന് സഖാവിൻ VS-ൻ്റെ ഭൗതിക ശരീരം കാണാമെന്ന് പൊട്ടി കരയുന്ന അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, എത്ര പേരെവിടെല്ലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ല, ജീവിതത്തിൽ അതൊക്കെയാണ് കുഞ്ഞെ ഏറ്റവും വലിയ സമ്പാദ്യം. അല്ലാതെ വാദമെന്ന് വെച്ചൊരു മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് എന്ത് തോന്നിയവാസം വിളിച്ച് പറയുന്നവരൊക്കെ എങ്ങനെ സമൂഹം അംഗീകരിക്കുന്നേ ഈ പറയുന്നത്? ഒരു കാലത്തും കിട്ടത്തില്ല. അതൊക്കെ വിവരക്കേടുകൊണ്ട് തോന്നുകയാണ് ഞാൻ വലിയ മറ്റേ കൊമ്പത്തെ ആളാന്നൊക്കെ. അമ്മയെ പറ്റി ഒരു വാക്ക് മറ്റുള്ളവരിലേക്ക് പറയുമ്പോൾ ഇത്രയും ശബ്ദമിടറി സംസാരിക്കുന്ന രാജുവേട്ടനെ നമ്മളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്. ശരിക്കും കണ്ണ് നിറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റെ ഏറ്റവും വലിയ മേൽവിലാസം എന്ന് പറയുന്നത് മല്ലിക സുകുമാരനാണ്. ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ പിന്നെ ചിലപ്പോൾ ഞാൻ കളിയാക്കും, പൃഥ്വിരാജിൻ്റെ അമ്മയല്ലേ എങ്ങനെ
അല്ല എൻ്റെ മോനാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടൊക്കെ കഷ്ടം പാവം ഈ ഖത്തറിലൊക്കെ പോകുമ്പോൾ മലയാളികളെ അയ്യോ മോനെ ഓടി പോകട്ടെ പൃഥ്വിരാജിൻ്റെ അമ്മ എന്ന് അങ്ങനെ അയ്യോ അതിൽ അഭിമാനം കൊള്ളുന്ന അമ്മയാണ് തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാ അമ്മമാരോടും ചോദിക്കാൻ പറ്റുമോ? അവരുടെ അമ്മയല്ലേ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അതാ എൻ്റെ മോനെന്ന്? അങ്ങനെ വിഷമിക്കുന്ന എത്രയോ തള്ളമാരെ നമ്മൾ കാണുന്നു. ആരാ ഭർത്താവ് ആരാ മക്കൾ അതൊന്നും അല്ല എനിക്ക്. ഞാൻ തമാശന് പറയും ഇങ്ങനെ എങ്ങനെ ഇപ്പം അങ്ങനെ ആയോ, അയ്യോ അല്ല ചേച്ചി അവനെ പൃഥ്വിരാജിൻ്റെ എല്ലാ പടവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന അമ്മമാർ ഒരുപാട് പേര് ഞാൻ ഈ യാത്രാ മധ്യേ കാണാറുണ്ട്. എല്ലാവരോടും ഞാൻ സംസാരിക്കും, എല്ലാവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കും. അതൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വലിയ മേൽവിലാസത്തിൻ്റെ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് രാഷ്ട്രീയത്തിലുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ മദ്രാസിലും ഇവിടെയും ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഞാൻ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയോ ക്യാമറയും കൊണ്ടൊന്നും പോകുന്നത്, കാരണം എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ശ്രമങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. പിന്നെ എന്നാലും എന്നോട് ഇഷ്ടമുള്ള മന്ത്രിമാരാണെങ്കിലും ഒക്കെ അത് ഇന്ന പരിപാടിക്കൊന്ന് വരണം ചേച്ചി, അവിടെ ഒന്ന് വരണം കേട്ടോ എന്നൊക്കെ പറയും. പിന്നെന്താ വരാമല്ലോ സാറെന്ന് പറയും. എനിക്കതൊന്നുമില്ല. എന്നെ സ്നേഹത്തോട് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകും, ഞാൻ പങ്കെടുക്കും. അത് കോളേജിലായാലും സ്കൂളിലായാലും എന്തെങ്കിലും മറ്റ് സംഘടനകളിലായാലൊക്കെ. പക്ഷെ വിളിക്കാതെ സദ്യ ഉണ്ണാൻ പോകുന്ന പരിപാടി ഇല്ല, അതും പറഞ്ഞേക്കാം. ഇപ്പം പറയുകയാണെങ്കിലേ ഈ പലപ്പോഴും അനുകരിച്ച് കാണാറുണ്ട്. എന്താണ് അതെ, ഇന്ദ്രനെ ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്നത് സുഹൃത്തിനെ. അതെ, അതിലേക്ക് ഞാൻ വന്നത്. അപ്പൊ മല്ലിക അമ്മ ഒന്ന് കാണിക്കോ എന്തെങ്കിലുമൊക്കെ സുഹൃത്തിൻ്റെയോ? കാരണം നേരത്തെ ഇവിടെ ഇങ്ങനെ ആക്ഷൻ അല്ല, അത് ഈ സംസാരം അല്ലല്ല, സംസാരം എപ്പോഴും അങ്ങനെ ഉണ്ടോ. ഞാൻ എപ്പോഴും പറയും ഭയങ്കര സ്നേഹത്തിൽ അങ്ങനെ ഭയങ്കര അപ്പോഴും വിളിക്കുന്നത് അല്ലേ, ഇതാണോ സ്നേഹത്തിൽ വിളിച്ചത്, അല്ല പിന്നെ എന്തോ എങ്ങനെയാ വിളിക്കുന്നത് കാണിച്ച നട്ടം തങ്ങുമ്പോൾ ഞാൻ നമ്മളെ കളിയാക്കും. പുള്ളിക്ക് അങ്ങനെ ഞാൻ അതാ ആദ്യം അങ്ങനെ ഒരു അയ്യോ വീട്ടിൽ ഇങ്ങനെ ഭാര്യ കൊഞ്ചല് പിടിക്കില്ല അതൊന്നും നമുക്കറിയാൻ വയ്യ. അന്നേ പറയും പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ. അപ്പം ഞാൻ പറയാം എന്നാലും സുഖേട്ടാ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ ഒന്ന് മയത്തിൽ വിളിക്കുക എന്നൊക്കെ ഞാൻ ചുമ്മാ പറയാറുണ്ട്. അപ്പം അതിങ്ങനെ പിന്നെ ഒരു ഒരുക്കവും ഇല്ല. പണ്ട് അതൊക്കെ ആ കഥകളൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാ. മുണ്ട് കൊടുത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ടൊക്കെ ഹീത്രൂ എയർപോർട്ടിൽ പോയി ഇറങ്ങിയ ആളാണ് സുഖേട്ടൻ. നെടുമുടി മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ചിത്രങ്ങളുണ്ട് ശരിക്കും അതിനൊക്കെ ശരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കാണിക്കും. എന്ത് സുഖന്റെ ഡയലോഗ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ മല്ലികാമ്മ ഇങ്ങനെ സംസാരിക്കും, അത് എന്നോട് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ഉത്തരം അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഉത്തരവോട് പറഞ്ഞ വലിയ കാര്യത്തിലെ സ്നേഹത്തിലൊക്കെ ഒരു മീൻ കറി വെച്ചാൽ അപ്പോൾ സുഖയുടെ നിർബന്ധമാണ്. ചില കറികൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ മീൻ കറിയാണെങ്കിലും പിന്നെ ഈ പാവയ്ക്ക പച്ചക്കൊക്കെ വറക്കുന്ന ഒരു പരുവുണ്ട് നമ്മളന്നൊക്കെ. അതിങ്ങനെ ഒടിയണം പക്ഷെ കരിയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുണ്ട്. ഒരു ശകലമെങ്ങാണ് ഞാനൊന്ന് കുളിക്കാൻ കയറിയപ്പോൾ ഞങ്ങളുടെ ജോലിക്കാരൊക്കെ നിൽക്കുന്നവർ, അത് നെയ്യാറ്റിൻകരയുള്ള ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്, ഒന്ന് തിരിച്ചിട്ടപ്പോൾ ഒരു സൈഡൊന്നും നേരം ഉണ്ടാക്കിയേ ഏത് ഭാവയാർത്താരെന്ന് ഞാൻ അല്ല ഉടനെ പറയും. ഞാൻ പറയാം അയ്യോ ഞാനതെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചാൽ ഞാനൊന്ന് കുളിക്കാൻ കയറി. അതിനുശേഷം അവരെന്തെങ്കിലും തൊട്ടാണ് അവരോട് ചോദിച്ചാൽ വസന്ത ഒരു വിളിക്കാം. ഇല്ല സാറേ പോയപ്പോഴേ ഞാൻ അതിനകത്ത് കിടന്നത് കോരി, ഇനി ആ കോരി വയ്ക്കാൻ താമസിച്ചു അതാണ് ഇങ്ങനത്തെ. അപ്പം ഞാൻ എന്ത് സുഖട്ടാ ഒക്കെ ഞാൻ ചോദിക്കും. അപ്പം പറയാം പിന്നെ എന്തിനാണ് ഭാര്യ, ജോലിക്കാരെ തിരിച്ചിടാനും പിടിക്കാനും ഒക്കെ ഉണ്ട്, പിന്നെ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അപ്പോഴും എല്ലാ സ്നേഹവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ മറ്റൊരാൾക്കാരുടെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓവറായിട്ട് അയ്യോ എൻ്റെ ഭാര്യയാണേ അതിനൊന്നും അദ്ദേഹത്തിനെ കിട്ടത്തില്ല. ചോദിച്ചാൽ പറയും ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കണോട് ഈ ആൾക്കാരുടെ മുമ്പിൽ എന്തിനാന്ന് ചോദിക്കും എന്നോട്. ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടൻ്റെ ഭാര്യ പ്രഭ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മനസ്സുകൊട്ടാ കയ്യിൽ കൊടുത്തോണ്ടിരിക്കാതെ എൻ്റെ പ്രഭ വരുന്നു ഒരു ഷർട്ട് എടുത്തിട്ട് അങ്ങനെയുണ്ടല്ലേ അത് ശരി ഞാനൊന്ന് ചോദിക്കട്ടെ ഷർട്ട് ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അതല്ല അതൊരു മര്യാദകട പിന്നെ അത് രസം എടുത്തിടും. വന്ന് ഇങ്ങോട്ട് പ്രഭ ഇരിക്കുന്നതിന് മുമ്പ് പ്രഭ വരുന്നതെന്നും പറഞ്ഞ് 10 മണിക്കൂർ പോയിട്ട് ഇവിടെ എന്നെ ചീത്ത വിളിക്കുക ഷർട്ടിടും ഇങ്ങനെയൊക്കെ അങ്ങ് അടിക്കും. നമ്മളെ കൂടി ഇരുത്തി പുകച്ച് തരും. അങ്ങനത്തെ പ്രകൃതം അല്ലേ. അല്ല അതെ ഈ പറഞ്ഞിട്ട് സുഖമായിട്ട് ഒളിവും മറവൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, അതിനകത്ത് വേറെ അതൊന്നുമില്ല. അത് ഏറെക്കുറെ ആ സ്വഭാവം രാജുവിനുണ്ട്. രാജുവിനും നുണ പറയാനറിയില്ല. ഇപ്പം ഇവനെ ഈ ചീത്ത വിളിക്കുന്നതിന് നാളെ രാജേട്ടാ ചെല്ലട്ടെ അവൻ അതുപോലെ കൂടെ നിൽക്കും. ഞാൻ എഴുതി ഒരു ഒപ്പിട്ടൊരു പേപ്പർ തരാം, എനിക്കറിയാം എൻ്റെ മോനെ അതൊക്കെ അമ്മ ഇതൊക്കെ ആരെങ്കിലും ചുമ്മാ ഇടുകളാ അത്രയേ ഉള്ളൂ. അവനത് ഒട്ടും
ഒന്നും കാര്യമാക്കി എടുക്കാറേ ഇല്ല. എന്തെല്ലാം ഫേക്ക് ഐ ഡിയിൽ നമ്മൾ അത് ആരായിട്ടെന്ന് പോയി നോക്കുമ്പോൾ അറിയാം പേര് വേറെയുണ്ട്, നമുക്ക് അന്വേഷിക്കാമല്ലോ സൈബർ വഴിയൊക്കെ. അപ്പോൾ പേര് മാറ്റിയിടുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, അല്ലാതുള്ളവരുണ്ട്. അത് അവരുടെ ഒരു ആനന്ദ മനസ്സിൻ്റെ 10 പൈസ ചിലവില്ലാതെ നമ്മളെ കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടായിരിക്കും. നമ്മൾ വഴി അവരൊന്ന് ഫേമസ് ആവണമെങ്കിൽ അത്ര ആയിക്കോട്ടെ, അതാ പറഞ്ഞത്. അതിനൊന്നും മറുപടി പറയാൻ നമ്മൾ നിൽക്കരുത്. നമ്മുടെ വളർന്നു വന്ന രീതിക്കും നമ്മൾ പരിപാലിച്ചു പോകുന്ന സ്വഭാവ രീതികൾക്കും വ്യത്യാസമായിരിക്കും. അതാണ്. മല്ലികാമേ, നമ്മൾ രാജുവേട്ടൻ്റെ പടങ്ങളൊക്കെ കാണുകയാണ്, ഡയറക്റ്റ് ചെയ്ത് എല്ലാം നമ്മളിപ്പോൾ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ എന്ന രീതിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഏതൊരു കഥാപാത്രത്തിൽ ഇനി കാണണം? ഇന്ദ്രനെയോ? അല്ല, ഇന്ദ്രൻ ആക്ച്വലി വളരെ നല്ല ആർട്ടിസ്റ്റാണ്. ഏത് കഥാപാത്രം കൊടുത്താലും അവനത് ചെയ്യും. തമാശെങ്കിൽ തമാശ, സീരിയസ് എങ്കിൽ സീരിയസ്, എല്ലാം ചെയ്യുന്ന. ഇപ്പം ഇന്നലെ എന്നെ ഒരു സത്യം പറയാം, നമ്മുടെ സാഹിത്യകാരി ശാരദക്കുട്ടി അടക്കം എൻ്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ, കാരണം പുള്ളിക്കാരി എൻ്റെയൊക്കെ കൂട്ടാണ്, ഉള്ളതുപോലെ പറയാം. അതുകൊണ്ട് ശത്രുക്കളും അതുപോലെ കാണുമെന്ന് കുട്ടിക്കുണ്ട്. എന്തായാലും അങ്ങനെ കുറച്ച് പേരുണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം ഒരുപാട് പേര് ഇന്നലെ എനിക്ക് അയച്ചു. ഞങ്ങൾ ഈ മറ്റേ ബാച്ചിലർ സിനിമയില്ലേ ഇന്ദ്രൻ്റെ, ഇപ്പോൾ OTT വന്നല്ലേ, 2 ദിവസം ആണെന്ന് തോന്നുന്നു, അത് കണ്ടു. പിന്നെ എൻ്റെ പൊന്ന് മല്ലികയെ, അല്ലെ ചേച്ചി, എന്തൊരു സിമ്പിൾ ഫിലിമാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനെ ആ പടത്തിൽ കാണുമ്പോൾ ആ കാർ യാത്രയും അവസാനത്തെ ആ സംഭവങ്ങളും എല്ലാം ഇന്ദ്രനുമായിട്ട് ഭയങ്കര താതാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒരു ഇന്ദ്രൻ്റെ സ്വഭാവമായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് എല്ലാവരും, ഞാനിപ്പോൾ ദോഹയിൽ 8-10 വർഷം അവിടെ ആയിരുന്നു താമസം. അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും പറയൂ ഇന്ദ്രൻ എന്തൊരു നല്ല ആർട്ടിസ്റ്റ്. പക്ഷേ ഇന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതലേ എല്ലാ വേഷങ്ങളും ചെയ്യും. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഹീറോ ആയിട്ട് പിന്നെ വരാൻ തുടങ്ങി, അത് ചെയ്യും. പിന്നെ അതിന് മുമ്പ് തന്നെ അല്ലാത്ത വേഷം, അത് പക്ഷേ എല്ലാം നല്ല വേഷങ്ങളാണ്. അപ്പോൾ ദിലീപിൻ്റെ മീശമാധവനിലൊക്കെ ദിലീപിൻ്റെ ഇത്രയും വലിയ ഹിറ്റായ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴും ഇന്ദ്രൻ്റെ ആ ക്യാരക്ടറിന് നല്ല എന്തോന്ന് പാപ്പച്ചി, അതെ, ഇപ്പം പാപ്പച്ചി, അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രങ്ങളുമായിട്ട് അവനൊരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ദ്രനെ എല്ലാവരും അങ്ങനെ, ഇന്ദ്രൻ ഒരു വലിയ സുഹൃത്ത് വലയത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. രാജുവിനെ പലർക്കും കാണാൻ കിട്ടാറില്ല. ഓസ്ട്രേലിയ പഠിച്ച പിള്ളേർ വരുമ്പോഴൊക്കെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ ഓസ്ട്രേലിയ വരെ വേണേൽ പോയി കാണും, അത് ചെയ്യും രാജു, അതുകൊണ്ട് പോയി കാണും. പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല. ഇപ്പോൾ സൈനിക് സ്കൂളിലൊരു ഓൾഡ് ബോയ്സ് ഡേ വരികയാണെങ്കിലും ഒക്കെ ഇന്ദ്രൻ നിവർത്തിയുണ്ടെങ്കിൽ അവിടെ ചെല്ലും. ഇന്ദ്രൻ ഇന്നും ഇവിടെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആർമി സർവീസിലുള്ളവരൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ലണ്ടനിൽ പോയപ്പോഴും അദ്ദേഹം വലിയൊരു ആളിൻ്റെ മകനാണ് കൊണ്ടുപോയത്. ഇവിടുത്തെയൊക്കെ എല്ലാവരും അറിയുന്നൊരു വലിയ വ്യക്തിയുടെ മകനാണ് അദ്ദേഹം കൊണ്ടുപോയത്. നമ്മുടെ യൂസഫ് അലിയൊക്കെയുടെ അദ്ദേഹത്തിൻ്റെ മകളും ഹസ്ബൻഡും ഒക്കെ ഇതിൻ്റെ അടുത്തത് വലിയ സ്നേഹത്തോടെ അവനെ കൊണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പം അപ്പം ഞാനതാ എനിക്ക് സത്യം പറഞ്ഞത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് സൈനിക സ്കൂളിൽ പഠിച്ചവരെല്ലാം അവനെ ഓരോ ദിവസം ഓരോ തരത്തിൽ വിളിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെ ഒരു വലിയ ആ സുഹൃത്ത് ഫ്രണ്ട്ഷിപ്പ് ഒട്ടും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന കഥാപാത്രം എന്നുള്ളതല്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇതന്നെ ഏത് കഥാപാത്രം കൊടുത്താലും നന്നായിട്ട് ചെയ്യും. സീരിയസും ചെയ്യും, കോമഡിയും ചെയ്യും. പിന്നെ ഇനി ഇതിന് ചെയ്യാൻ പറ്റിയ കഥാപാത്രം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാണാൻ ആഗ്രഹം എന്നുള്ള ഒരു രീതിയിൽ അതാ പറഞ്ഞ ഒരുവിധപ്പെട്ടതൊക്കെ വന്നല്ലോ. കോളേജ് കുമാരൻ വന്നു, അച്ഛൻ വന്നു, അമ്മാമ്മ എല്ലാം വന്നു. ഇനിയിപ്പോൾ അവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, നമുക്ക് നാട് ജീവിതമൊക്കെ പോലെ ഒരു അങ്ങനെ ആട് ജീവിതമൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടർ, അത് സത്യം തീർച്ചയായിട്ടും. അങ്ങനെ അതൊക്കെ ആ ഒരു നോവലിൽ നിന്നും ഉത്ഭവിച്ച ബെന്യാമിൻ്റെ എഴുത്തിലൂടെ വന്ന കഥാപാത്രമാണ്. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് ഒരാളിൻ്റെ ഫിസിക്ക്, ഒരാളിൻ്റെ ആൾക്കാരുടെ ഇടയിലുള്ള ഇമേജ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ രാജുവിനെ സംബന്ധിച്ച് അതങ്ങനെ ബ്ലസ്സി എന്തോ അവനൊരു ഈശ്വര, അതുപോലെ ഇന്ദ്രനും തീർച്ചയായിട്ടും കിട്ടണ്ട, അഭിനയിക്കും, അവന് യാതൊരു സംശയം വേണ്ട. ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ്, അതെനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. അങ്ങനെ എന്താണ് സന്തോഷമായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം സ്ഥിരം ഇങ്ങനെ പറയുന്നതൊക്കെ വല്ലവരും ചീത്ത വിളിച്ച കാര്യം അത് ഇതൊക്കെ അല്ലാതെ എന്തൊക്കെയോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ചു. ഒരു മറ്റേത് എല്ലാവർക്കും കേൾക്കണ്ട, അവരിങ്ങനെ പറഞ്ഞു ആന്റിയെ പറ്റി, ആന്റി ഇത് പറയുന്നു, ഇത് കേട്ട് അതില് ഇത് കേട്ടതിൽ ഞാനും ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മോളെ. സൂര്യ എന്നാണ് പേരെന്നൊക്കെ ഞാൻ ആദ്യമേ ചോദിച്ചുകൊണ്ട് എനിക്കറിയാം. നല്ല വലിയ സന്തോഷം, നന്നായിട്ട് വരട്ടെ, ഇങ്ങനെ എന്നും ഇങ്ങനെ ഇരിക്കട്ടെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് പടമോ സീരിയലോ ഒന്നും അഭിനയിക്കണമെന്നില്ല.
അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു നടിയും കൂടിയാണ് മല്ലിക. എനിക്ക് ഭയങ്കര അല്ല നമുക്കൊക്കെ ഇനി ആ പ്രായമായില്ലേ, നമ്മളൊക്കെ കുറച്ച് സമയം വീട്ടിലൊക്കെ ഇരുന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷിക്കുക. അല്ലാത്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംവിധായക ഒരു വേഷത്തിന് വിളിക്കുമ്പോൾ സന്തോഷപൂർവ്വം പോവുക. എനിക്ക് ഇന്ന പടമൊന്നും ഇന്നാരുടെ അങ്ങനൊന്നും ഇല്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളൊക്കെയാണ് ഇനി അടുത്ത തലമുറ ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ചാനലിനോടും മെയിൻ ചാനലുകാരോടും പറയാനതാ, ഈ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഒരാഴ്ചത്തെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റി ചർച്ച അത് മാറ്റിയിട്ട് ഇപ്പൊ കാണിച്ചല്ലോ ഇന്ന് കുറച്ച് സഖാ VS-നെ കുറിച്ചുള്ള സംഭവം. ഇങ്ങനെയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫില്ലർ പ്രോഗ്രാമായിട്ട് ഇടാനായിട്ട് എല്ലാ ചാനലുകാരോടും വലിയ ചേച്ചി പറഞ്ഞെന്ന് പറയണം. അല്ലാതൊക്കെയുള്ള വിവാദങ്ങൾ എനിക്ക് ഇത് അവസാനമായിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എളിയ അപേക്ഷ. എനിക്ക് എല്ലാവരെയും അറിയാം, എല്ലാ ചാനലുകാരെ അറിയാം, മാധ്യമ സുഹൃത്തുക്കൾ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരുടെ ഒരു വലിയ വലയത്തിൻ്റെ ഗ്രൂപ്പിനകത്തുള്ള ഒരു മൂത്ത ചേട്ടത്തെയാണ് ഞാൻ. എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, സത്യം. ഞാൻ ഇന്ന് 2 ദിവസമായിട്ട് VS-ൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ, വരുന്നവർ പോകുന്നവർ ഓരോരുത്തരുടെ സങ്കടം പറച്ചിലുകൾ, പൊട്ടിക്കരയുന്നത്, അതിൻ്റെ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നത്, അതിനകത്തൊക്കെ എന്തുമാത്രം നല്ല സന്ദേശങ്ങൾ പറഞ്ഞല്ലേ. സ്ത്രീകളെ എന്ത് പ്രശ്നം ചെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു രക്ഷിതാവിനെ പോലെ നിൽക്കുമായിരുന്നു. അത് കുട്ടികളെ നോക്കാൻ, അതായത് അപ്പൂപ്പൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്, സ്ത്രീകളോട് പെരുമാറുന്നത്, സർക്കാർ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്തെ പിന്നെ ആൾക്കാരോടും ജനങ്ങളോടും പെരുമാറുന്നത്, സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ചു പൊട്ടിക്കരയണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്തോ ഒരു സങ്കല്പങ്ങളും വിചാരങ്ങളും ബഹുമാനവും ആദരവും ആയിരിക്കും ആ വ്യക്തിയോട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ അർഹിക്കുന്നവരെ, ഈ അടുത്ത കാലത്ത് ഒരു ചാനലിൽ 1.25 വർഷം മുമ്പുള്ളൊരു കാര്യം എടുത്തിട്ട് ചുമ്മാതെ മനുഷ്യനെ വീട്ടിലിരിക്കാതെ ഈ എന്തിനാണിത്, സമാധാനക്കേടൊന്നുമില്ല, അതിങ്ങനെ ഓരോരുത്തർക്കും ജോലിയാണ്, അതവർ പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയാൽ, അങ്ങനെ ഞാൻ ഇതിനു മുമ്പും ചോദിച്ച, സോഫ്റ്റ്വെയറിന് അത്ര ക്ഷാമമുള്ള നാടൊന്നും അല്ലേ, എന്നും നമുക്ക് ഓരോ വിഷയങ്ങളുണ്ടല്ലേ. ശരി, ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതെ, ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ ചാനലുകാരും അതിൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ അല്ലാത്ത സംഭവങ്ങൾ വരുമ്പോൾ 2 ദിവസം 3 ദിവസം ഇതെങ്ങനെ പോയി, ആ പെണ്ണ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ അവൻ എന്തുകൊണ്ട് പറഞ്ഞു, അപ്പോൾ കുറേ പേര് അയ്യോ ആ മഹാഭാവി അങ്ങനെ ചെയ്തു, ഇതെല്ലാം നമ്മൾ സങ്കടങ്ങളാണ് നമ്മൾ കാണണം. പക്ഷേ ഇത് മാത്രം 3-4 ദിവസം കാണുക എന്ന് പറയുന്നത് മാറ്റിയിട്ട് അത് കുറേശ്ശെ കാണിച്ചിട്ട് ഇതുപോലെയുള്ള നല്ല വ്യക്തികളുടെ നല്ല പ്രവൃത്തികളും ഭാവിയിൽ ഇതൊക്കെ കേട്ടാൽ കണ്ടോ ഇങ്ങനെയൊക്കെ വേണം പെരുമാറാൻ എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഇടണം ചാനലുകാർ. കാരണം നിങ്ങളുടെ കുട്ടികളെ ചേർത്താണ് ഞാൻ ഈ പറഞ്ഞത്. ഭാവി തലമുറയെ കാണിക്കേണ്ടത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ കുറേ പെണ്ണുങ്ങളുടെ കഥകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഒരു കൊലപാതകം അവനാ ചെയ്ത് ഇവനാ ചെയ്തതെന്ന് പറയുകയോ, ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ദിവസങ്ങളോളം ചർച്ചയോ, അതിൻ്റെ യഥാർത്ഥ തെറ്റുകാരെ പറ്റി പറ. അതുവഴി പോയതിൻ്റെ കാര്യം, ഇതുവഴി പോയവൻ്റെ കാര്യം, ഇങ്ങനെ പറഞ്ഞ് എന്താ സംഭവം എന്നറിയോ, ഇതിൻ്റെ സീരിയസ്നെസ് അങ്ങ് പോവും ചിലപ്പോൾ. നിങ്ങൾക്കത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ ഇന്നലെ കണ്ടല്ലോ എന്ന് പറയും, നമ്മളുടനെ അങ്ങ് മാറ്റും ചാനൽ. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തെ വിചാരിച്ച് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അതിന് നിങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, മിടുക്കന്മാരാണ്. ഇരുന്ന് ഈ പറയുന്നതൊക്കെ ഈ മറ്റുള്ള ചർച്ചകളുടെ ഒരു ദൈർഘ്യം കുറച്ചിട്ട് കുറച്ചൊക്കെ പിള്ളേർക്ക് ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന, വരും തലമുറ ഇതൊന്നും അല്ല മോനെ ജീവിതം, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വേണം നിങ്ങളൊക്കെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ടുള്ളവരുടെ നല്ല കാര്യങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളും ത്യാഗങ്ങളും ഒക്കെ പറയുക, കാണിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അടുത്ത തലമുറയിൽ ഉള്ളവർ പറയണം ആ ചാനലിൽ കുറച്ച് നല്ല പ്രോഗ്രാം ഉണ്ട് കേട്ടോ എന്ന് പറയിപ്പിക്കാൻ എൻ്റെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇനി ഇതുപോലെ നല്ലൊരു ആങ്കറിനൊക്കെ കിട്ടട്ടെ. നല്ലൊരു ആങ്കറിനൊക്കെ അല്ലേ, വാർത്തെടുക്കാതൊക്കെ പറഞ്ഞില്ലേ, അതോടെ പറയണോ, ഇതുപോലെ പറയണോ? പറയൂ. അല്ല ഞാൻ പറയാം, അവസാനം സോഷ്യൽ മീഡിയ എന്നെ തല്ലരുത്. ഇല്ല മനസ്സിൽ തട്ടി 2 വാക്ക് പറയുകയാണെങ്കിൽ എന്തായിരിക്കും മല്ലിക അമ്മ? അല്ല തീർച്ചയായിട്ടും പറയാം. അത് പറയാം. ശരി, ഒരു വാചകം കൂടെ എടുത്ത് വെച്ചോ, വേണേ കാണിച്ചാൽ മതിയേ. പിന്നെ പറയട്ടെ. ശരി. അത് ഞാനിപ്പോൾ ഇത്രയൊക്കെ ഒരു കൺക്ലൂഡിങ് എന്താ പറയുക, ഒരു കൺക്ലൂഷനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനിപ്പിക്കലോ പറയട്ടെ.
ഇവിടെ ഒരു കൊച്ചുകുട്ടി വന്നിരുന്നു. എൻ്റെ എത്ര വയസ്സുണ്ട് മോളെ? 22. കണ്ട 22 വയസ്സൊന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ ഈശ്വര. എൻ്റെ കൊച്ചുമോടെ പ്രായമാവാൻ കൊച്ചുമോൾ അത്രയ്ക്ക് അങ്ങോട്ടായി വരുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇദ്ദേഹം. അപ്പം ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ എന്ത് തോന്നും മല്ലികാമ്മയ്ക്ക്, എന്ത് തോന്നും സുഖേട്ടനെ പറ്റി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് ശരി സത്യമാണല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ മല്ലികാമ്മ എന്തൊക്കെ വളർത്തിയിട്ടാണ് പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ, മല്ലികാമ്മയുടെ അമ്മ എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ പുറകോട്ട് പോയി. അതൊക്കെ ആലോചിച്ചിട്ട് ഇതുപോലെയുള്ള 22 വയസ്സായ ആങ്കർമാരോടും ഒരു അപേക്ഷയുണ്ട്. സെൻസിബിളായിട്ട് സംസാരിക്കുക. നമുക്ക് വന്നിരുന്നിട്ട് അടുത്ത പടം എന്തുവാ അതെന്തുവാ അതൊക്കെ ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറയും, നല്ല മിടുക്കി കുട്ടികളുണ്ട്. പക്ഷേ എല്ലാവരോടും പറയുക, ചാനലിനോടും അതിൻ്റെ അവതാരകരോടും, നിങ്ങളുടെ തമ്മിലടി കാണാനല്ല. ഞങ്ങളൊക്കെ ചാനലിന് മാസം വാടക കൊടുത്ത് കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണോ? അല്ല. അപ്പോൾ അതല്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അടിപിടി കൂടാനും മറ്റവനെ മറിച്ചവനെ ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. ഈ നാട്ടിൽ നല്ലത് എന്ത് നടക്കുന്നു, ചീത്ത എന്ത് നടക്കുന്നു, നല്ലതാരൊക്കെ ചെയ്യുന്നു, തിന്മയ്ക്ക് ആരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏതായാലും മോക്കൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്നെ കൂടെ പുറകോട്ട് ചിന്തിപ്പിച്ച് ചില ചോദ്യങ്ങളുണ്ടായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും നന്ദി.